ഇതിന് 3 ക്യാമറ. പക്ഷെ എനിക്ക് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു കാരണം രണ്ടും നല്ല സ്റ്റൈലത്തെ നമുക്ക് ക്യാമറ വരുന്നത് 50 മെഗാ പിക്സൽ പ്രൈമറി മാറ്റൊന്നും വരുത്തിയിട്ടില്ല. ലാൽ ബട്ടൺ അതായത് റെഡ് ബട്ടൺ വല്ലാതെ കളറായി പോകും. അതുകൊണ്ട് അതിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യും. അത് ഉറപ്പായിട്ടും അത് ഐഫോണിലായാലും റെഡ്മിയിലായാലും നമ്മുടെ പേര് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. ടാബിലായാലും പെർഫ്യൂമിലായാലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തിരിക്കും. അടുത്ത് നമുക്ക് എന്താ പറയാ വെലഡന്റെ എല്ലാം കഴിഞ്ഞ് നിരാശ കാമുകനെ പോലെ ഇതിപ്പോ നമുക്ക് ആണ്ട് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE-ലുള്ളവർക്ക് നമുക്ക് സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. UAE-ലുള്ളവർക്ക്, ഇന്ത്യയിലുള്ളവരുടെ കാര്യമല്ല കേട്ടോ. ഇന്ത്യയിലുള്ളവർക്ക് ഓൾറെഡി നമ്മുടെ നിങ്ങൾ തമിഴ്നാട്ടിലുണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ ONEPLUS 9RT, അതായത് നമ്മുടെ UAE-ൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്, നമുക്ക് ONEPLUS-ഉം അതുപോലെ തന്നെ ഗൂഗിൾ പിക്സലൊന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവിടെ ഇല്ല. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തനിച്ച് വന്നിട്ട് ഹീറോ ആയിട്ട് സെയിൽ നടക്കുന്ന വേറെ ബ്രാൻഡ് തന്നെയാണ്. നമ്മളെല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാതെ ഇതിൻ്റെ ആവശ്യപ്രകാരം കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിട്ട് ആവശ്യപ്രകാരം ഷോപ്പിൽ കൊടുന്നിട്ട് അവർക്ക് വാറൻറ്റി പോലും കൊടുക്കാതെ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ, വാറൻറ്റി പോലും ഇല്ലാതെ അത്രയും മാർക്കറ്റിൽ നമ്പർ 1 സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ONEPLUS-ഉം അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പിക്സലും. അപ്പോൾ നമ്മുടെ ONEPLUS-ന്റെ 9RT നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ UAE-ൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനം കിട്ടാൻ കുറച്ച് ഡിലേ ആവും. അപ്പോൾ ഇപ്പോൾ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മളെല്ലാ മോഡൽസും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കളെ. എല്ലാതും നമ്മൾ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നമുക്കൊരു വേറൊരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഹലോ, ഇങ്ങോട്ട് നോക്കി. അസ്സലാമു അലൈക്കും. എന്താ ഇതെന്താ ലുക്ക്? എന്തത് ONEPLUS? ഇത് ONEPLUS-ന്റെ അതേ കളറാക്കിക്കണല്ലോ. പോരട്ടെ, വെറൈറ്റി. നമ്മൾ വെറൈറ്റി ഇങ്ങനെ കൊണ്ടുവരും. എല്ലാ കോലത്തിലും നടക്കണം. ഓരോ ഫോൺ വരുമ്പോ അതിന്റെ ബ്രാൻഡ് കളറ്, ആ കളർ ഇനി ഫോളോ ചെയ്യില്ല കോട്ടില്. ഓക്കെ, ചുളുവിൽ എന്റെ ചാനലിൽ കയറിയിട്ട് ഒരു പ്രൊമോഷൻ അല്ല. ONEPLUS-ന് ഇതൊക്കെ കണ്ടിട്ടെങ്കിൽ ONEPLUS-ന്റെ ആൾക്കാർ ഇവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടല്ലേ, സാധനം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് കഷ്ടപ്പെട്ട് നമ്മൾ അവിടുന്ന് സാധനം ഇറക്കിയിട്ട് നമ്മൾ വാറന്റി പോലും കൊടുക്കാതെ ഇത്രയും സാധനം ഇവിടെ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ പവർ തന്നെയല്ലേ, പവർ തന്നെയാണ്. അപ്പോൾ ONEPLUS-ന്റെ കിടിലം പ്രൈസ് പറയുന്നത്, അതായത് എല്ലാ മോഡൽസിന്റെ കിടിലം പ്രൈസ് പറയുന്നത് നമ്മുടെ ONEPLUS 9RT നിങ്ങൾക്ക് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ONEPLUS 9R-ഉം തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ഞാൻ നിങ്ങൾക്ക്, അത് ലുക്കിലുള്ള കമ്പാരിസൺ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ വരുന്ന ഏത് ഫോണാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Instagram ഫോളോ ചെയ്യാതുണ്ടെങ്കിൽ Instagram ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം. സോ അക്രം ഭായ്, എന്തൊക്കെ വിശേഷങ്ങള്? അപ്പൊ നമുക്ക് എന്തായാലും ONEPLUS 9RTക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ONEPLUS-ന്റെ എല്ലാ മോഡലും ഇപ്പൊ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ? സാധാരണ നമുക്ക് എപ്പോ വരുമ്പോഴും പക്ഷെ അതെന്ത് വർത്താനാണ്, കുറച്ച് അങ്ങനെ പറ. ONEPLUS-ന്റെ റേറ്റ് കുറേ നമ്മൾ കുറച്ച് തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഏത് തുടങ്ങണ്ടേ? ഫസ്റ്റ് നമുക്ക് വില കുറഞ്ഞ തുടങ്ങാം. ഫസ്റ്റ് നമുക്കല്ലേ? ഓക്കെ, നമുക്ക് ONEPLUS-ൽ ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്ന, അതായത് ഷോപ്പിൽ വരുന്ന മോഡൽ ഇത് 5G ആണല്ലോ. 5G. ഓക്കെ, ONEPLUS Nord CE 5G. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? 1225. നമുക്ക് അതിന്റെ സ്പെക്സ് എങ്ങനെയാണ് വരുന്നത്? ഇത് 128GB RAM ആണ്. 128GB RAM. ഓക്കെ, അടുത്തത് നമുക്ക് ഇതാണ് ONEPLUS Nord 2. ONEPLUS Nord 2. ഇത് നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് 8GB 128GB ആണ്. ഇത് വരുന്നത്
1290. നമുക്ക് ഇതിൽ ഒറ്റ വേരിയന്റ് തന്നെ വരുന്നുള്ളൂ. ഇതിന്റെ അടുത്തത് 256GB 12GB വരുന്നുണ്ട്. അതിന്റെ പ്രൈസ് 1490. ഓക്കെ. അടുത്തത് നമുക്ക് വരുന്നത് 9R ആണ്. 9R ഇത് 1450 രൂപയ്ക്ക് ഇന്ന് വിൽക്കുന്നുണ്ട്. 1450. ഓക്കെ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. നമുക്ക് ഇതിന്റെ സ്പെക്സ് എങ്ങനെ അപ്പൊ വരുന്നത്? 8GB 128GB ആണ്. 8GB 128GB. പൈസക്ക് വിഷമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ കോട്ട് ഇതിങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല. ഇതിപ്പോ ഒക്കെ റെഡ് കളറായി കണ്ടില്ല. ഇതിപ്പോ നമുക്ക് ആണ്ട് വെച്ച് കഴിഞ്ഞാൽ 256GB 12GB റാം വരുന്നത് നമുക്ക് വെറും 1600 റംസ്. വോ, നല്ല ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് അതിൽ ആ 2 വേരിയന്റാണ് വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. അടുത്ത് നമുക്ക് വെലഡന്റെ എല്ലാം കഴിഞ്ഞ് നിരാശ കാമുകനെ പോലെ ഇവര് സെറ്റാക്കി തന്ന സാധനമായത് നമുക്ക് ഇടുന്ന എന്താ ഇന്നെ സ്ഥിരമായിട്ട് തന്നെ ഇടാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഇത് വരുന്നത് 9 Pro നമുക്ക്. ഓക്കെ, 9 Pro 5G അല്ലേ? അതെ. ഓക്കെ, ഇതാണ് 9 Pro. മാറ്റ് ബ്ലാക്ക് ആണ്. അടിപൊളി ഫോണാണ്. ഇതില് 256GB 8GB റാം വരുന്നുണ്ട്. 256GB 12GB റാം വരുന്നുണ്ട്. പിന്നെ അതിന്റെ ക്യാമറയും ബാറ്ററി കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്ന 4500 mAh ബാറ്ററിയാണ്. കിടിലം ബാറ്ററിയാണ്, കിടിലം ക്യാമറയാണ്. ഇതിന്റെ നമുക്ക് ഓരോന്നിന്റെ പ്രൈസ് എങ്ങനെ പറയണോ? ഓരോ വേരിയന്റിന് ഓരോ പ്രൈസ്. 128GB 258GB റാം ആണ് വരുന്നത്. അതിന്റെ പ്രൈസ് ആണ് 2090. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്തത് 256GB 12GB റാം വരുന്നുണ്ട്. അത് വരുന്നത് 2450. ഓക്കെ. ഇനിയാണ് മോനെ 9RT. നമുക്ക് 9RTന്റെ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അൺബോക്സിങ് ഇത് അൺബോക്സ് ചെയ്തു. ഓക്കെ. നമുക്ക് ഇതിന്റെ സ്പെക്സ് എങ്ങനെ വരുന്നത്? ഇവിടെ നമുക്ക് ഏതൊക്കെ വരുന്നത്? ഇപ്പോ ഇത് അടിപൊളി സാധനമാണ്. ഇത് 8GB 128GB ഇപ്പൊ അവൈലബിൾ. ഇനി അടുത്ത തന്നെ 12GB 12GB 256GB നെക്സ്റ്റ് വീക്കിൽ കിട്ടും. ഓക്കെ. നമുക്കിത് ഇപ്പൊ നിലവിൽ 8GB 128GB അല്ലേ? ഇതിന്റെ 2150 ആണ് ഇതിന്റെ പ്രൈസ്. 2150 ഗിവ് അവേ വീഡിയോ അക്രം ഭായിന്റെ ചാനലിൽ ഇപ്പൊ നിലവിൽ അപ്ലോഡ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഓക്കെ. സോ ഗൈസ്, നമുക്ക് 9RT ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അക്രം ഭായി നിങ്ങൾക്ക് ഏതായാലും ഒന്ന് കാണിച്ചു തരും. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാ നമ്മുടെ 9RT. ഓക്കെ. നമുക്ക് ബോക്സ് ഒന്നും വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ. നമുക്കിതിൻ്റെ കണ്ടില്ലേ നിങ്ങൾ, ജസ്റ്റ് നമുക്ക് ആ കവറൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ബോക്സിനുള്ളിൽ ആദ്യം നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെ വന്നിട്ടുള്ളത് നോക്കട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ബോക്സിനുള്ളിൽ ഇത് ബോക്സ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്കിതിൻ്റെ ബോക്സിനുള്ളിൽ നമുക്ക് പൗച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു പൗച്ച് വന്നിട്ടുണ്ട്. ONEPLUS 9RT ചെയ്തിട്ടുള്ളൊരു പൗച്ച്. ഓക്കെ. നമുക്ക് ആ ക്യാമറൻ്റെ ഈ ഒരു ഏരിയ എംബോസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ല. നീറ്റ് പൗച്ചാണ്. ഓക്കെ. അടുത്ത് നമുക്ക് ചാർജർ. നമുക്കിതിൽ ഈ ചാർജർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, എന്നാ അതിൻ്റെ ആ ഒരു ഗെറ്റപ്പ് ലുക്കൊക്കെ. ഇത് 65 വോൾട്ടിൻ്റെ പവർ ചാർജറാണ് മക്കളെ. പവർ ചാർജർ അതായത് പെട്ടെന്ന് ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് കയറും. ഓക്കെ. നമുക്ക് സി പോർട്ട് കേബിൾ ഉണ്ട്. അത് ഏകദേശം കാലിയായി. ഓക്കെ. നമുക്കൊന്നുമില്ല, ഫിനിഷ്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഫോൺ ഇതിനുള്ളിൽ നിന്നൊന്ന് എടുക്കാം. കവറൊന്ന് പൊടിച്ചിട്ട് അയ്യോ, നമ്മുടെ ഫോണിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടോളി. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നല്ലൊരു മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. ഇത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റൈൽ. നമുക്ക് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴ്ഭാഗത്തായിട്ട് നമുക്ക് സി പോർട്ട് കേബിൾ അതുപോലെ തന്നെ സ്പീക്കർ, നമുക്ക് സ്ലിം സ്ലോട്ട് ഇടാനുള്ള ഓപ്ഷൻ. നമുക്ക് 9Rലുള്ളത് പോലെ തന്നെ നമുക്ക് 9RTയിൽ നമുക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ വന്നിട്ടുള്ളത്. നമുക്ക് 9Rലും സെയിം മോഡലിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് സാധാരണ നമ്മളൊരു ഇതല്ലാതെ മറ്റു ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ആണെന്നെങ്കിൽ ഒന്നെങ്കിൽ സെൻട്രൽ തന്നെ നമുക്ക് അധികം കാണാറുള്ളത്. പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് സൈഡിലാണ്. ഓക്കെ. നമുക്ക് ONEPLUS നമുക്ക് UAEയിൽ കംപ്ലീറ്റ് ചൈനീസ് വേർഷനാണ് സാധാരണ വരലുള്ളത്. നമുക്ക് ഇതും അത് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 888 ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ പറഞ്ഞില്ല, ഇതിന് നമുക്ക് 2 വേരിയൻറ്റ് നിലവിൽ വരുന്നുണ്ട്. നമുക്ക് 8GB റാം ഉള്ളത് വരുന്നുണ്ട്, 12GB റാമും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.62 ഇഞ്ചസ് ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് നമുക്ക് 120 ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ
നമുക്ക് 3 ക്യാമറ, അതായത് ട്രിപ്പിൾ ക്യാമറ ആണ് നമുക്കിതിന് വന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റത്തെ നമുക്ക് ക്യാമറ വരുന്നത് 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണ്. പിന്നെ മൂന്നാമത്തെ ക്യാമറ പറഞ്ഞാൽ 2 മെഗാ പിക്സൽ മൈക്രോ ക്യാമറ കേട്ടോ. ഫസ്റ്റത്തെ 50, പിന്നെ 16, പിന്നെ 2 മെഗാ പിക്സൽ. അങ്ങനെ നമുക്ക് 3 ക്യാമറ ആണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ഡുവൽ LED ഫ്ലാഷ് ആണ് കേട്ടോ, ഡുവൽ LED ഫ്ലാഷ്. പിന്നെ നമുക്ക് ഇതിൽ ക്യാമറയ്ക്ക് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ 4K നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനൊക്കെ ഉണ്ട്. അത് കൂടാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് ഫ്രണ്ട് ക്യാമറയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് 60 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ. നമുക്ക് അതായത് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ്. ഞാൻ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ ഫ്ലാഷ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് നമുക്ക് 4500 mAh ആണോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ 5000 പോലും ഇല്ലല്ലോ എന്നുള്ളത്. അങ്ങനെയുള്ളവരോട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരുന്നതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും 5000 ഒന്നും വരില്ല. സാധാരണ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങുള്ള ഒരു മോഡൽസിലും നമുക്ക് 5000 കൊടുക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. എൻ്റെ അറിയില്ല, അങ്ങനെ കറക്റ്റ് അറിയില്ല. ഏതെങ്കിലും ഫോണുകൾ മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എടുത്തോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു ജസ്റ്റ് സിമ്പിൾ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്തിട്ട് നല്ല കിടില റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുന്നത്തെ 9Rഉം 9RTയും തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കട്ടോ. ഓക്കെ, നമ്മുടെ 9R തൊട്ടോ. 9R അല്ല 9R. ഓക്കെ, നമുക്ക് അക്രം ഭായ് ജസ്റ്റ് നേരത്തെ ഒന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്ക് നല്ല പച്ച എന്നൊക്കെ പറയില്ല, ആ ഒരു പച്ച കളറാണ് വന്നിട്ടുള്ളത്. നല്ല നൈസ് കളറാട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഗ്രീന്. ഓക്കെ, നിങ്ങളിതിൽ കണ്ടില്ലേ, നമുക്കിതും അതും തമ്മിലുള്ള ജസ്റ്റ് ലുക്ക് കമ്പാരിസൺ നിങ്ങൾ കണ്ടില്ലേ. 9Rഉം 9RTയും തമ്മിലുള്ള ഡിഫറൻസ്. ഓ എന്ന സ്റ്റൈലല്ലേ ഇത്. നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് സ്റ്റാൻഡേർഡായിട്ട് അവർ കീപ്പ് ചെയ്തിട്ട് അവർ ഒന്നും കൂടി സെറ്റപ്പാക്കി ഇറക്കി. പക്ഷേ എനിക്ക് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു, കാരണം രണ്ടും നല്ല സ്റ്റൈലുണ്ട്. ഇത് എനിക്ക് ആ ഒരു ഗൂഗിൾ പിക്സൽ സ്റ്റൈൽ തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു ലെങ്ത് ഇല്ല, കാരണം അതിൻ്റെ ആ ഒരു ക്യാമറൻ്റെ സംഭവം സെയിം അതിൻ്റെ ഒരു മോഡലാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കൂടി അതിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി സ്റ്റൈലായിട്ട് നല്ല നീറ്റ് ഫോൺ കേട്ടോ, ഭയങ്കര സ്റ്റൈല്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഏകദേശം രണ്ടും സെയിമാണ്. നമുക്ക് കണ്ടില്ലേ, രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാവില്ല, രണ്ടും സെയിം ലുക്കാണ്. ഇനി അടുത്ത് നമുക്ക് OnePlus 9 Pro. 9 Proയിലേക്ക് വന്നപ്പോൾ ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മക്കളെ കാണിച്ചു തരാം. ഓക്കെ, 9 Proക്ക് വന്നപ്പോൾ സെയിം അതേ ഒരു ഏകദേശം സെയിം ലുക്കാണ് കേട്ടോ നമ്മുടെ 9RT. പക്ഷേ എനിക്ക് ഇവിടെ ചെറിയൊരു ചേഞ്ചസും കാര്യങ്ങളും അവർ വരുത്തിയിട്ടുള്ളൂ ക്യാമറൻ്റെ ഈ ഒരു ഏരിയയിൽ. പിന്നെ നമുക്ക് ആ ഫ്ലാഷും ഈ ഫ്ലാഷും സെയിം ലൊക്കേഷനിലാണ്. നമുക്കൊരു ഫ്ലാഷ് കുറഞ്ഞ്, പിന്നെ ഇതിന് നമുക്ക് 4 ക്യാമറ വരുന്നുണ്ടെങ്കിൽ ഇതിന് 3 ക്യാമറ. ഓക്കെ, ഇല്ലേ. ഇനി ഫ്രണ്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടും തിരിച്ചറിയില്ല ഏതാണെന്നുള്ളത്, അതേപോലെ തന്നെ. ഓക്കെ, പിന്നെ ചെറിയൊരു മാറ്റമുണ്ട്, അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ച്. ഇതിൻ്റെ ഡിസ്പ്ലേ കർവാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വലിയ കർവല്ല, അത്ര കർവ് എന്ന് പറയാൻ പറ്റില്ല. ഇത് നല്ല കർവാണ്, എഡ്ജ് നിങ്ങൾ കണ്ടില്ല, ഇതിൻ്റെ എഡ്ജ് നല്ല കർവാണ്. പിന്നെ നമുക്ക് OnePlus 9 Proയും അതുപോലെ തന്നെ 9Rഉം തമ്മിൽ ബാക്കിലെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വലുപ്പം കൂട്ടിയിട്ടുള്ളൂ. കണ്ടില്ലേ, വലിയ ഡിഫറൻറ്റ് ഇല്ല, കാരണം ഒക്കെ 2 ക്യാമറ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു 2 ഫ്ലാഷ് എക്സ്ട്രാ വന്നെന്നുള്ളൂ. ഇവിടെ ഒരു ഫ്ലാഷ്, ഇത് 2 ക്യാമറ സെയിം. ക്യാമറ ഏകദേശം ഓൾമോസ്റ്റ് സെയിമാണ്, ബാക്കിൽ ഡിസൈനേ മാറിയിട്ടുള്ളൂ. ഫ്രണ്ട് കയറുന്നുണ്ടെങ്കിൽ രണ്ടും സെയിമാണ്. ഓക്കെ, വലിയ ഡിഫറൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ നിങ്ങൾക്ക് 3 ഫോണാട്ടോ, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കമ്പാരിസൺ അതായത് ലുക്കിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാമറ, അതായത് ഓരോന്നിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇൻഷാല്ലാ നമുക്ക് പറ്റുമെന്ന് നമ്മൾ ചെയ്യാം. എത്രത്തോളം ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം, എല്ലാന്നുണ്ടെങ്കിൽ ആരും കാണില്ല, അതുകൊണ്ടാണ് കേട്ടോ, എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാതുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക.
അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ അക്രമിൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അക്രം ബൈ ഈസ് ഹിയർ. കാണിച്ചു കൊടുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.